പൊന്നു ചങ്ങാതിമാരെ രാത്രി കല്ലുംകൂട്ടം കാണാൻ വന്നേക്കുന്നതാ. എന്നെ കാണാനില്ല, ആരെയും കാണാനില്ല. ഇവിടെ നല്ല മനസ്സിന് ഉടമയാണ്. ബുള്ളറ്റ് ഓടിക്കണ ഭാര്യനെ ഈ പരുവത്തിലേക്ക് ഇരുത്തി സൈക്കിൾ പോലും ഓടിക്കില്ല. മന്തി കഴിക്കാൻ പോവാണേ. രാവിലെ തുടങ്ങി വൈകുന്നേരം ഡാൻസ് അതിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് വല്ല ഈ ഫോൺ ഇവിടെ നിന്ന് മേടിച്ചേ. ഇങ്ങനത്തെ ഒരു ഫോൺ എനിക്കും മേടിച്ചു തരുമോ? ഞാൻ മേടിച്ചു പരസ്യമായിട്ട് മാറ്റിക്കുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്റ്റ് ഒരു ഈവനിങ് ഔട്ടിങ്ങിന്റെ വീഡിയോ ആണ്, വേറെ കൂടുതലൊന്നും അല്ല. ഒരു രാത്രി ഒരു 8:30 ആയിട്ടുണ്ട് സമയം. ഞങ്ങൾ പുറത്തു പോവാണ് അല്ലേ? ഇങ്ങനെ പോണേ പുറത്ത് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു BBJM, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഒരു ഔട്ടിംഗ് ആണെന്ന്. അപ്പൊ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചേച്ചിനെ എടുത്തിറക്കോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ നല്ലതാണല്ലോ. നമ്മൾ എന്നും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോലെ ഇടയ്ക്ക് ഒരു ദിവസം പുറത്തേക്ക് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് BBJM ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. പിന്നെ നമ്മുടെ ബേസിൽ പുറത്തേക്ക് പോവാണ്, ജർമ്മനിക്ക് പോവാണ്. പിന്നെ ലൈജി ചേച്ചിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി. അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയാണ്. എല്ലാത്തവണ ഞങ്ങൾ ഫ്രണ്ട്സിൽ ആരെങ്കിലും വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൂടി പിരിയാറാണ് പതിവ്. ഇത്തവണ നമ്മൾ പുറത്തു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് അത്താണിയിലുള്ള അൽഖലീജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ മന്തി കഴിക്കാനാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മന്തി കഴിച്ചിട്ടുള്ളത് അൽഖലീജിൽ നിന്നാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ ഇവിടെ നിന്ന് കഴിക്കാനും നല്ല രസമാണ്. രാത്രിയൊക്കെ നല്ല രസമാണ് അവിടെ ഇരിക്കാനും. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാം, ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ ആകുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ, നല്ല അടിപൊളി വൈബല്ലേ. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അത് നല്ല സൂപ്പറാക്കും. നമ്മൾ ഇത്തവണ പിള്ളേരെല്ലാവരും കൂടി കൂട്ടി ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ നമുക്ക് എയർപോർട്ട് റോഡിലോട്ടുള്ള യാത്രയൊക്കെ രാത്രിയിലെ യാത്രയൊക്കെ നല്ല വൈബാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യണം. പിന്നെ എല്ലാവർക്കും കൂടിയുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിലുള്ളത്. ഞാൻ ഡോക്ടറല്ല, രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അതെന്റെ കുറ്റമല്ല. ഇപ്പൊ ഇഞ്ചിയാണ് വായിലിട്ട. നമ്മളിപ്പോ നിലവിൽ മറ്റേ 2 അൽഫാമ ഫുള്ള്, ഒരു ഫുള്ള് മന്തി, അത് നമുക്ക് ഓർഡർ ചെയ്യാം. അതിന് ബാക്കി നമുക്ക് വേണം പോലെ ചെയ്യാം. സ്പെഷ്യലായിട്ട് എനിക്കൊരു കരിമീൻ പൊള്ളിച്ചത് വേണം. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഞാനും എൻ്റെ ഭാര്യയും കരിമീൻ പൊള്ളിച്ചത് കഴിക്കും. അപ്പൊ നമ്മുടെ ആൻസി റീൽസിന് വേണ്ടിയിട്ട് മൈക്കൊക്കെ മേടിച്ച് സെറ്റാക്കി ഗായ്സ്. പിന്നെ എല്ലാവരും എടുക്കാനുണ്ടെങ്കിൽ ആൻസിനെ സമീപിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യാം, നമ്മൾ മെൻഷൻ ചെയ്തിട്ടേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മന്തി കഴിക്കാൻ പോവാണേ. മന്തി കഴിക്കാൻ പോവാ. ഡിങ്കനുണ്ട്, ഡിങ്കൻ, മൗഗ്ലി, പാൽക്കരടി, ഷേർഖാൻ. ഇത് മൗഗ്ലി, മിക്കി മൗസ്, അവഞ്ചേഴ്സ് എല്ലാവരും ഉണ്ട്. ഇത് പാൽക്കരടി. അയ്യോ അപ്പയുടെ പേര് അക്കേലാന്നോ ഇവിടെ അവഞ്ചേഴ്സ് ഉണ്ട്. അത് നീ കാണിച്ചോ? എനിക്കറിയില്ല. അവിടെ പോയി കാണിച്ചോ.
അവഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ അവിടെ മിക്കി മൗസ് ഉണ്ട്. അവഞ്ചേഴ്സാ സൂപ്പർ ഹീറോസ് ആണ് അയൺമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ, ഹൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക. ഓക്കെ ഇത്രയുള്ളൂ. ഇത് മറ്റേ ലോകയിലെ ചന്ദ്ര. ഇല്ലാത്തതാണ് എൻ്റെ പ്രോത്സാഹനത്തിന് ആളാണ് നിൽക്കുന്നത്. കുറേ കൈകെട്ടികളാണ് ഇപ്പോൾ ഉണ്ടല്ലോ അറിയാം പ്രോത്സാഹനം അധികം. ഈ ഫോൺ ഇവിടെ നിന്ന് മേടിച്ചേ, ഇങ്ങനത്തെ ഒരു ഫോൺ എനിക്കും മേടിച്ചു തരുമോ? ഞാൻ മേടിച്ചേ പരസ്യമായിട്ട് മാറ്റിക്കുള്ളൂ. ചന്ദ്ര ലോക ചന്ദ്ര ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ ഞാൻ ആ മുടിയുടെ ഉള്ളിൽ കൂടെ ഒരു ഞാൻ കുറെ നേരെ വേഷം കിട്ട്. അയാളെ ഹാപ്പി ആയ എന്തിനാ ഹാപ്പി ആയ? മന്തി കഴിക്കാൻ വന്നതുകൊണ്ട്. എന്താ അമ്മയുടെ വീഡിയോയിലൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോ അതൊക്കെ എല്ലാം തിരിഞ്ഞിരിക്കണെങ്കിൽ അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് വന്നാലാ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. കാര്യം അമ്മയുടെ ആയി ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് മക്കളെ. മതി, എനിക്ക് ഇത്രയും മതി. കഴിഞ്ഞു നിങ്ങൾ എടുക്കില്ല, ഞാൻ ഒരിക്കലും എടുക്കില്ല. അതല്ലേ ആദ്യം എന്റെ കിങ്ങിണിയെ എങ്ങനെ കഴിക്കാനാണ് വായും കൊണ്ട് അമ്മ എങ്ങനെ കഴിക്കാറുണ്ട്? എല്ലാവർക്കും അതന്നെ ഓർഡർ ചെയ്തേക്കണേ. അതെന്തൊക്കെ സാധനം? അൽഫാമല്ലേ? കുഴിമന്തി അല്ലേ? കുഴിമന്തി ആർക്കും വേണം? എനിക്ക് കുഴിമന്തി വേണ്ട. ഇത് മറ്റേ എരിവ് കൂടുതലല്ലേ? വയറ് കാലിലേക്ക് തീർന്നില്ല. അയാള് റൈസ് റൈസാ എടാ എത്ര റൈസ് ഇതിലിട്ടടാ? അയാൻ ഒരു ഇച്ചിരി മതി നോക്കാം ടേസ്റ്റ് ചെയ്യാം. എനിക്ക് കിട്ടോ കുറച്ചിട്ടോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവൻ വേറെ ഉണ്ടാവോ? ചൂടുണ്ട്. ഒരരിക ആ കൈ മടക്കി വെച്ച് പ്ലേറ്റ് അടുപ്പിച്ച് വെക്കും. ഈ പുക ചൂട് പ്രശ്നങ്ങളാ. ഡൽഹി പോയിട്ട് എന്തിനാ? അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണും. പാർലമെന്റ് മന്ദിരം ഒന്ന്. പക്ഷെ കുറെ നടക്കണ്ടേ? ഞാൻ പറയണ ഗോവയ്ക്ക് പോവാന്നല്ലേ ചേച്ചി? ഗോവയ്ക്കല്ലേ നല്ലത്? ട്രെയിന് നേട്ടത് അതല്ല.
ഇനി പ്ലാനിങ്, അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ് ആണ് ഇനി നമ്മൾ നടത്തുന്നത്. പ്ലാൻ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എപ്പോഴും നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിന് സ്ഥലം ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരാൾ തെക്കോട്ട് പോകാന്ന് പറയുമ്പോൾ പറയും വേണ്ട നമുക്ക് വടക്കോട്ട് പോകാന്ന് പറയും. അങ്ങനെ നിൽക്കുകയാണ്. ഇത് കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. എന്നാണോ പോണത്. അതല്ല, ഗോവയ്ക്ക് പോയാൽ നമ്മളെ ഫ്രീ ആയിട്ട് ഇവർ വിട്ടോളും. ഇവര് ഇവരെ വഴിക്ക് പോക്കോളും. കൊച്ചിന്റെ കാര്യമല്ല, അവരവരുടെ വഴിക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് കുറച്ചേരം കഴിക്കാൻ വരുള്ളൂ. ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഗോവയിൽ പോയി? ചേട്ടൻ ഗോവയിൽ പോയിട്ടുണ്ടോ? നല്ലതല്ലേ? മലേഷ്യക്ക് ആണെങ്കിൽ 2 ചിട്ടി കൂടി ചേരേണ്ടി വരും. 5000 രൂപ ഒരാൾക്ക്. ലക്ഷദ്വീപിനോ? ഞാൻ നന്നായി. അതെനിക്കറിയാം. മറ്റേ പള്ളിയുടെ റൂമിൽ നിന്ന് ഫോട്ടോ എടുത്തല്ലേ മിണ്ടാടിരുന്നോളോട്ടോ. പോയിട്ടുണ്ടാ? അപ്പൊ ഷിജി സ്നേഹം ഇല്ല. ആര് പറഞ്ഞു? നിന്നെ കൊണ്ടുപോയാ സംഘത്തിൽ നിന്ന് ഇവനും വന്നേണ്ടായി. ഈ പുള്ളി ഗോവയ്ക്ക്, ഈ സംഘം, ഈ സംഘത്തിയത് ഗോവയ്ക്ക്. ചേട്ടൻ പോയിട്ടില്ല. ചേട്ടൻ പോയില്ല. മനുഷ്യ എത്ര പെണ്ണുങ്ങൾ ഇവിടെ പച്ചോത്തിയാന്ന് അറിയാമോ? കടപ്പുറത്ത് അങ്ങനെ ഗോവ, മലേഷ്യ, ലക്ഷദ്വീപ്, ഡൽഹി, ആഗ്ര എല്ലാ സ്ഥലങ്ങളിലേക്കും ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്ലേസ് ഉണ്ട്. അതാ കണ്ടോ? അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് ഇരുന്നു. നല്ല മനസ്സിനുടമയാണ്. മൈക്കും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്നുകൂടി എടുക്കാം. റോസപ്പ് ആൻസിന്ന് റോസപ്പ് നീയാണ്. എൻ്റെ കൂട്ടുകാരി വേൾഡ് റെക്കോർഡ് വിന്നറാണ് ഈ ഇരിക്കുന്നത്. ഈ വീഡിയോ ഞങ്ങൾ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. നല്ല എന്താ പറയുക, ഇത്തിരി കൂടി ആർഭാടമായിട്ട് വേൾഡ് റെക്കോർഡ് വിന്നറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ആണ് നമ്മുടെ കൂട്ടുകാർ. ഞങ്ങൾ ഇന്നൊരു ദിവസം ഇവിടെ ചില്ല് ചെയ്യാൻ വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് ഇറക്കുമ്പോൾ വരാറുണ്ട്. ഇനി നിങ്ങൾ പറയൂ. ഞാൻ ഒന്നും പറയാനില്ല. ലിസ് ചേച്ചി പറയേ, എന്താ പറയണ്ടേ? ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഓ സൂപ്പറായിരുന്നു. നമ്മളെപ്പോഴും വീട്ടിലല്ലേ കൂടാറ്? പിന്നല്ലാണ്ട്. നമ്മളിങ്ങനെ പുറത്ത് കൂടിയപ്പോ എങ്ങനെയാണ്? നല്ല വൈബല്ലേ? പിന്നല്ലാണ്ട്. എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും വീട്ടിലാണ് കൂടാറ്. നമുക്കൊരു ചേഞ്ചിന് വേണ്ടിട്ട് ഒരു പ്ലാൻ ഇട്ടതാണ് പുറത്ത് കൂടാന്ന്. പുറത്ത് കൂടുന്നത് നല്ലതല്ലേ? പിന്നല്ലാണ്ട്. പണിയും കുറഞ്ഞു കിട്ടും അല്ലേ ഷിജി ചേച്ചി? അത്രേ ഉള്ളൂ. ഇപ്പൊ ഇരുട്ടായിരിക്കൂലേ? പോകാം, കല്ലുമുട്ടം പോകും. ഞാനവിടെ സന്തോഷാണ്. സന്തോഷം. വേറൊരു സങ്കടവും കൂടി ഉണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോ ഞങ്ങളുടെ ബേസില് ജർമ്മനി അതല്ല നമ്മുടെ പുറത്ത് വരാൻ ഉദ്ദേശിച്ചതാണ്. അതെ, ഹൈലൈറ്റ് ആൻസി തന്നെ. ആൻസി നമുക്ക് പുറത്ത് വന്നു കല്ലുംകൂട്ടത്തേക്കാണ് പോണത്. കല്ലുംകൂട്ടത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോണതാണ്. അപ്പൊ പോയവരോട് നമുക്ക് അതിന്റെ അനുഭവം ചോദിക്കാം. പറഞ്ഞോ. നിങ്ങൾക്ക് ഈ കല്ലുംകൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം മനസ്സിലായോ? ഇല്ല. ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഞാൻ പക്ഷെ കല്ലുംകൂട്ടത്തിൽ ഷിജിനെ റീൽസില് കണ്ടിട്ടുണ്ട്. പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരുടെ സമയത്ത് അവിടെ വലിയൊരു പാറ ഒഴിയൊന്നും മഴവെള്ളപ്പൊക്കത്തിന് നീ ഒരു 20 അവിടെ നമ്മുടെ നെടുവന്നൂരിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? നെടുവന്നൂരിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ ഏറ്റവും അടുത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും
ടേക്ക് ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള ഒരു അതെ ഗ്രാമപ്രദേശമാണ്. നമ്മൾ റീൽസിൽ കണ്ടിട്ട് ഇവരൊക്കെ പോയിട്ടുണ്ട്. ഹലോ, 10 പ്രാവശ്യത്തിൽ കൂടുതൽ. രാത്രി പോകാനാണോ അല്ല പകല് പോകാനാണോ അതിന്റെ വ്യൂ ഭംഗി കൂടുതൽ? രാത്രി ഫ്ലൈറ്റ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടേക്ക് ഓഫ് കാണാൻ നല്ല ഭംഗിയാണ്. പകല് കാണാണെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലം, കൃഷി, പാടം, കൃഷി അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ബാക്ക് അല്ല എയർപോർട്ടിന്റെ ഫ്രണ്ട് സൈഡ് അത് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എയർപോർട്ടിൽ 20-30 പ്രാവശ്യം പോയിട്ടുണ്ടാവും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എന്റെ ഭാര്യയും കൂടി. ഇല്ല കേക്ക് മനുഷ്യ നിങ്ങൾ കേക്ക് മനുഷ്യ. ഞങ്ങള് കൈപ്പുറം മീൻ മേടിക്കാൻ പോകും. മീൻ മേടിച്ച് ഓർഡർ ചെയ്തിട്ട് ഒന്ന് കറക്കാതെ പറഞ്ഞ് അവിടെ പോകും. അവിടെ ശരിക്കും ചെറിയ പിള്ളേരെ കന്നുകാലികളൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടാവും. അവരെ ശല്യം ചെയ്യാൻ പോകാറില്ല. ഞാൻ കല്യാണത്തിൽ പോയത് എന്റെ ഭാര്യ വെച്ച് അവള് ബൈക്കൊക്കെ ഓടിക്കായിരുന്നു. പക്ഷെ ലൈസൻസ് ഉണ്ടായില്ല. ലൈസൻസ് ഇല്ലാണ്ട് ബൈക്ക് ഓടിച്ച ഭാര്യ. ബുള്ളറ്റ് ഓടിക്കണ ഭാര്യനെ ഈ പരിവത്തിലാക്കി ഒരു സൈക്കിൾ പോലും ഓടിക്കില്ല. അപ്പൊ നമുക്ക് കല്ലുകൂട്ടത്തേക്ക് പോവാം ഗൈസ്. എന്നെ ചതിച്ചു ഗൈസ്. കല്ലുകൂട്ടത്ത് പോണില്ല എന്ന് ഇവര് പ്ലാൻ മാറ്റി കളഞ്ഞു. 10 മണിയായതുകൊണ്ട് കല്ലുകൂട്ടത്ത് പോണില്ല. നാളെ എല്ലാവർക്കും സ്കൂളിൽ ജോലിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് ഇപ്പൊ ഈ നേരത്തിന് കല്ലുകൂട്ടത്ത് പോണ്ട എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ മാറ്റി. നമുക്കിനി പിന്നെ ഒരു ദിവസം പോകാം. നമുക്കൊരു അതന്നെ പടം പിടിച്ചിട്ട് പോകാം. അങ്ങനെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ചേട്ടന്മാരെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. കല്ലുംകൂട്ടത്ത് പോണ്ട എന്നാണ് വിചാരിച്ചത്, കാരണം സമയം 10 മണി കഴിഞ്ഞുകൊണ്ട്. പക്ഷേ പിള്ളേർ സെറ്റ് വിട്ടില്ല, അവർക്ക് പോകണം എന്ന് ഒരേ നിർബന്ധമായിരുന്നു. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ പേരും മഴ പെയ്തു. ഒന്ന് സംശയിച്ചെങ്കിലും പിള്ളേർ രാത്രി കല്ലുംകൂട്ടം എന്നെ കാണാനില്ല, ആരെയും കാണാനില്ല, ഒന്നും അറിയില്ല. എന്തായാലും എയർപോർട്ട് റോഡ് മൊത്തം നല്ല മഴയായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ജോഷേട്ടാ ആ ടോർച്ചെടുത്ത് ഇങ്ങോട്ട് തെളിച്ചേന്നതേ ഇത് കാണാൻ പറ്റുള്ള കല്ലുംകൂട്ടം കാണാൻ വന്നത് പാതിരാത്രിക്ക് 11:30 മണിയായി. 11:30 മണിക്കാണ് കല്ലുംകൂട്ടം കാണാൻ വന്നേക്കണം. ആരെയും ഒന്നിനെയും കാണാനില്ല. നിന്റെ ആദ്യം നമുക്ക് ആഘോഷിക്കാം. എന്നിട്ട് അതിന്റെ 23, 24 പിന്നെ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ 50 ആഘോഷിക്കണുള്ളൂ. 50 ഞാൻ ഉണ്ടാവുള്ളൂ. പിള്ളേരുണ്ടാവും. ഇതാണ് ശരിക്കും കല്ലുംകൂട്ടത്ത് നിന്നാൽ നമ്മൾ എയർപോർട്ടിലെ ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ കാണാൻ പറ്റും എന്ന് പറയുന്നത്. വളരെ അടുത്ത് കാണാൻ പറ്റും. വൈകുന്നേരം 5 മണി സമയത്ത് വന്നാലാണ് തിരുമണീയമായ ലാൻഡിങ് കാണാൻ പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. അപ്പൊ അവിടുത്തെ ഫുഡ് ടെസ്റ്റൈലൊക്കെയാണ് മെയിനായിട്ട്. ഇതൊന്നും തോന്നിയില്ല. ഇവിടെ കാണാറുള്ള കാഴ്ചയൊക്കെ തന്നെയായിരുന്നു. പകല് വേണം. ഞാൻ പകല് കൊണ്ട് ചേട്ടനെ കൂടി പോവില്ല, അല്ലാണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി പോകും. കല്ലുകൂട്ടം കാണാൻ വേണ്ടി വെളിവില്ലാത്ത കുറേ രാണ്ടത്തി ചന്ദ്രേ നിന്നെയാണ് കല്ലുകൂട്ടം. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിയാണ്. എല്ലാവരും പിരിഞ്ഞു പോവാണ് അവരവരുടെ വീട്ടിലേക്ക്. ടാറ്റാ ജോഷേട്ടൻ, ടാറ്റാ. ഞാനവിടെ ചേച്ചി, ടാറ്റാ. ചന്ദ്ര അപ്പൊ ബേസിലെ
ഞങ്ങൾ പോട്ടെ. തല തിരിഞ്ഞ് കിട്ടൂല. സൂം ചെയ്യൂ. അപ്പൊ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ഇതാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.